അസ്സലാമു അലൈക്കും. നിസാനിലെ ഒരു ചെറിയ റിവിഷൻ മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ മർഹബൻ യാ ഖൈറദ. അതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ആ ഒരു ബൈത്ത് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അൻസാരികളായിട്ടുള്ള ആളുകൾ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പാടിയ ത്വാല അൽ ബദറു അലീന. അത് കാണാപ്പാഠം പഠിക്കുക വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. പിന്നെയുള്ളത് യഖീല ജുനൈദുൻ എന്നുള്ള ചാപ്റ്ററാണ്. യഖീല ജുനൈദുൻ എന്നുള്ളതിൽ ചാപ്റ്റർ ചെറുതായിട്ടൊന്ന് അർത്ഥം പറയാം. യഖീല ജുനൈദുൻ മിനൻ നൗമി മുബക്കിറൻ. ജുനൈദ് ഉറക്കിൽ നിന്ന് നേരത്തെ എഴുന്നേറ്റു. ഖബലൽ ഫജ്രി, ഫജ്റിന് മുമ്പ്. ഇതിൽ യഖീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണർന്നു എന്നാണ് അർത്ഥം. നൗമ് എന്ന് പറഞ്ഞാൽ ഉറക്കം. മിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം എന്നുള്ള ഒരു നമ്മൾ ഓക്സിലറി അല്ല, പ്രിപ്പോസിഷൻസിൽ ഉപയോഗിക്കുന്ന ഫ്രം എന്നുള്ള നിന്ന്, ഉറക്കിൽ നിന്ന് എന്നുള്ള. മുബക്കിറൻ നേരത്തെ, ഏളി എന്നുള്ള അർത്ഥമാണ്. ഖബലൽ ഫജ്രി, ഫജ്റിന് മുമ്പ്. ഖബല എന്ന് പറഞ്ഞാൽ മുമ്പ്, ബിഫോർ. വഖാല അൽഹംദുലില്ലാഹി അല്ലദി അഹ്യന ബഅദ മാ അമാതനി വ ഇലൈഹിൻ നുശൂർ. നമ്മുടെ അതിക്ക് സ്ഥിരമായിട്ടുള്ള അൽഹംദുലില്ലാഹി അല്ലദി, അള്ളാഹുവിനാണ് സർവസ്തുതിയും. അല്ലദി അഹ്യാനി, എന്നെ ജീവിപ്പിച്ചു. ബഅദ മാ അമാതനി, എന്നെ മരിപ്പിച്ചതിന് ശേഷം. ഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് മടക്കവും. ജലസ അലൽ ഫിറാശി, എന്നിട്ട് അവൻ്റെ വിരിപ്പിലിരുന്നു, ബെഡിലിരുന്നു. ബുറഹത്തൻ, കുറച്ച് നേരം കട്ടിലൊരു സെക്കൻഡ്, ഒരു നിമിഷം ഇരുന്നു അവിടെ. വഖാമ, എന്നിട്ട് എഴുന്നേറ്റു. ഖാമ, എഴുന്നേറ്റു. ഇതിൽ യഖീല ഉണർന്നു. അഹിയാനി, എന്നെ ജീവിപ്പിച്ചു. അഹിയാ, ജീവിപ്പിച്ചു. പിന്നെ അമാത്ത, മരിപ്പിച്ചു. ജലസ, ഇരുന്നു. ഖാമ, നിന്നു. യഖീല എന്നതിൻ്റെ മുളാരി യഖീല യഖീലു. ഏത് മാളിയാണെങ്കിലും അതിനെ മുളാരിയാക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ മുളാറാത്തിൻ്റെ അക്ഷരമായിട്ടുള്ള യാ ഇട്ട് കൊടുക്കുക. ശേഷം ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുക. മൂന്നാമത്തെ അക്ഷരത്തിനിക്ക്, അതായത് മാളിയിലെ രണ്ടാമത്തെ അക്ഷരത്തിനിക്ക് ഫത്തഹോ കെസറോ ലമ്മോ, അത് അതിനനുസരിച്ച് വരും. പിന്നെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് അത് മുളാരിയായിട്ട് മാറുക. പിന്നെ അതാണ് യഖീല, യഖീലു. ഖാല, പറഞ്ഞു. യഖൂലു, പറയുന്നു, പറയും. അഹ്യ, ജീവിപ്പിച്ചു. യുഹ്യി എന്നാണ് അതിൻ്റെ മുളാരി വരിക. അമാത്ത, മരിപ്പിച്ചു. യുമീത്തു. പിന്നെ ജലസ, ഇരുന്നു. യജ്ലിസു, ഇരിക്കുന്നു. ഖാമ, നിന്നു. യഖൂമു, നിൽക്കുന്നു. ഇതൊക്കെയാണ് ഈ സംഭവത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്തത് വദഖല ഫിൽ ഖലാഇ, അവന് വാഷ്റൂമിൽ പ്രവേശിച്ചു. മുഖദ്ദിമൻ രിജ്ലഹു യുസ്റ, ഇടത്തെ കാലിനെ മുന്തിച്ചുകൊണ്ട്. മുഖദ്ദിമൻ, മുന്തിച്ചുകൊണ്ട്. രിജ്ലഹു, റിജ്ല്, കാല്. അൽ യുസ്റ, ഇടത്. വഹുവ യഖൂലു, അവൻ പറയുന്നു. ഖാല എന്നതിൻ്റെ മുളാരിയാണ് യഖൂലു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വമിൻ ഖബായിസ്, നമ്മൾ സ്ഥിരമായിട്ട് ചെല്ലാറുള്ള ഒരു ദിക്റാണത്. പിന്നെ വഖള ഹാജതുഹു, അവൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു. വഖറജ, പുറപ്പെട്ടു. മിനൽ ഖലാഇ, എന്നിട്ട് വാഷ്റൂമിൽ നിന്ന്, ബാത്റൂമിൽ നിന്ന് പുറപ്പെട്ടു. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഖറജ വന്നു കഴിഞ്ഞാൽ കൂടുതൽ സാധ്യത എപ്പോഴും മിന്നിനായിരിക്കും ഉണ്ടാവുക. ഇൽ നിന്ന് പുറപ്പെട്ടു, അതിനാണ് മിൻ എന്നുള്ളതായിരിക്കും കാര്യമായിട്ട് വരിക. അപ്പോൾ ഖറജ എന്ന് പറഞ്ഞ് ഒരു ഡാഷ് ഇട്ടിട്ട് അൽ ബൈത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വരാൻ സാധ്യതയുള്ള പ്രപ്പോസിഷൻ ഏതാണ്? മിൻ എന്നതാണ്. മുഖദ്ദിമൻ രിജ്ലഹു, കാലിനെ മുന്തിച്ചുകൊണ്ട്. ഏത് കാലിനെ? അൽ യുംന, വലത്തെ കാലിനെ. വഹുവ യദ്കുറു, ദിക്ർ ചെല്ലുന്നു. എന്താണ്? അല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിൻ്റെ ദിക്റാണ് ചെല്ലുന്നു. ബിൽ അദ്കാരി ലതി തഅല്ലമ, പഠിച്ചു. പഠിച്ചു എന്നതാണ് മാദിയാണ്. തഅല്ലമഹ, ആ ദിക്റിനെ അവൻ പഠിച്ചിരിക്കുന്നു. മിനസ് സൗഫിർ റാബിഅ, 4ാം ക്ലാസ്സിൽ നിന്ന്. ഇപ്പോൾ ഇതിൽ ദഖല, പ്രവേശിച്ചു. യദ്ഖുലു ആണ് അതിൻ്റെ മുളാരി. യഖൂലു മുളാരിയാണ്. ഖാലയാണ് അതിൻ്റെ മാദി. ഖള മാദിയാണ്. അതിൻ്റെ മുളാരി എന്ന് പറയുന്നത് ദി എന്നതാണ്. അതിൻ്റെ മുളാരി യഖ്ളി എന്നതാണ്.
പിന്നെ ഖറജ, ഖറജ എന്ന മാളിയാണ്, അതിൻ്റെ മുളാരി ഇഖ്റുജു. പിന്നെ യദ്കുറു, യദ്കുറു എന്നതാണ് ഇതിൻ്റെ മുളാരി ഉള്ളത്. അപ്പോൾ മുളാരിയുടെ മാളി ദക്കറ, ഇത് ചൊല്ലി, യദ്കുറു ചൊല്ലുന്നു. പിന്നെ തഅല്ലമ എന്നത് മാളിയാണ്, അതിൻ്റെ മുളാരി യതഅല്ലമു, യതഅല്ലമു. ഈ തഅല്ലമ എന്നത് 3ൽ കൂടുതൽ അക്ഷരങ്ങളുള്ളതായത് കൊണ്ടാണ് യതഅല്ലമു എന്നായത്. 3 അക്ഷരങ്ങൾ മാത്രമുള്ള മാളിയിൽ 3 അക്ഷരങ്ങൾ മാത്രമുള്ളപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത്തെ, അതായത് മാളിയിലെ 1ാമത്തെ അക്ഷരവും മുളാരിയിലെ 2ാമത്തെ അക്ഷരത്തിനും സുക്കൂന് കൊടുക്കുക. മാളിയിലെ 2ാമത്തെ അക്ഷരവും മുളാരിയിലെ 3ാമത്തെ അക്ഷരത്തിനും ഫത്ഹ, കസ്റ, ദമ്മ ഏതാണ് യോജിക്കുന്നത് അത് കൊടുക്കുക. അവസാനത്തെ അക്ഷരത്തിനിക്ക് ലൊമ്മ് കൊടുക്കുന്ന വിഷയവും പറഞ്ഞത് മാളിയിൽ 3 അക്ഷരങ്ങൾ മാത്രം ഉണ്ടാകുമ്പോഴാണ്. ഇതിൽ 3 അക്ഷരമല്ല, ആ 2 ലാമ് 5 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ തഅല്ലമ എന്നതിൻ്റെ കറക്റ്റ് വെർഷന് യതഅല്ലമു, അത് അങ്ങനെ തന്നെയായിരിക്കും. 3നേക്കാൾ കൂടുതലുള്ളതിൽ പിന്നെ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അത് എങ്ങനെയാണോ കറക്റ്റായിട്ട് വന്നത് അതുപോലെ തന്നെ ആയിരിക്കും. തഅല്ലമ എന്നതിൻ്റെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും തഫഅല, തഫഅലു, എങ്ങനെയൊക്കെയാണോ ആ വസിൻ്റെ കൃത്യമായിട്ട് അതിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പഠിച്ചു വെക്കുക. തഅല്ലമ എന്നതിൻ്റെ മുളാരി യതഅല്ലമു ആണ്. ഇനി 2ാമത്തെ പേജിൽ, അതിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ പേജിൽ യഖില, ഖാല, അഹ്യ, മാത, ജലസ, ഖാല, ദഖല, ഖള, ഖറജ, തഅല്ലമ, ഹാദിഹി അഫ്ആലുൻ മാളിയ, ഇതൊക്കെ മാളിയായിട്ടുള്ള ഫീലുകളാണ്. പിന്നെ യഖൂലു, യദ്കുറു, ഇത് മുളാരിയായിട്ടുള്ള ഫീലുകളും, അഫ്ആലുൻ മുളാരിയാത്തും. പിന്നെ ടേബിൾ കൃത്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ്, ദഹബ ഹമീദുൻ ഇലൽ മദ്റസതി, ഹമീദ് മദ്രസയിലേക്ക് പോയി എന്നാണ്. അത് മാളിയാണ്. പിന്നെ അപ്പോൾ പോകുന്നു എന്നാണെങ്കിൽ യദ്ഹബു ഹമീദുൻ ഇലൽ മദ്റസതി എന്ന് വരും. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന, 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചു എന്നാണ് ഉള്ളത്. അപ്പോൾ അത് മുളാരി ആയാലോ യഈഷു എന്നായിരിക്കും വരിക. അപ്പോൾ യഈഷു റാഷിദുൻ ഫിൽ മദീനത്തി 10 സിനീന, റാഷിദ് മദീനയിൽ 10 വർഷം ജീവിക്കുന്നു എന്നർത്ഥം വരും. പിന്നെ ഹഫറ ജിബ്രീൽ അലൈഹിസ്സലാം ബിഅറ സംസം, ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. അപ്പോൾ യഹ്ഫറു എന്ന് പറഞ്ഞാൽ കുഴിക്കുന്നു എന്നർത്ഥം വരും. ഇഷ്തറ അബി മിന്ദീലൻ, എൻ്റെ വാപ്പ, എൻ്റെ ഉപ്പ ടവ്വൽ വാങ്ങി, എൻ്റെ ഉപ്പ ടവ്വൽ വാങ്ങി. അപ്പോൾ ഇഷ്തറ യഷ്തരി, ഇഷ്തരി അബി മിന്ദീലൻ എന്നുള്ളല്ലോ എൻ്റെ ഉപ്പ ടവ്വൽ വാങ്ങുന്നു എന്നുള്ള അർത്ഥം വരും. അദ്ദനൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ ഫജ്രി എന്ന് പറഞ്ഞാൽ മുഅദ്ദിന് സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചു എന്നാണ്. വിളിക്കുന്നു എന്നാകുമ്പോഴോ യുഅദ്ദിനുൽ മുഅദ്ദിനു ലിസ്വലാത്തിൽ ഫജ്രി എന്ന് വരും. പിന്നെ യദ്ഹബു അബി ഇല സൂഖി, അത് മുളാരികളാണ് പറയുന്നത്. യദ്ഹബു അബി, എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു എന്നാണ്. അത് പോയി എന്നാണെങ്കിലോ ദഹബ അബി ഇല സൂഖി എന്ന് വരും. പിന്നെ യൽബസു നൗഫലുൻ ബിദലത്തൻ റസ്മിയ, നൗഫൽ യൂണിഫോം ധരിക്കുന്നു, അതോ ധരിച്ചു എന്നാകുമ്പോൾ ലബിസ എന്ന് വരും. ഇതൊക്കെ മുളാരികളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മാളിയായിട്ട് മാറ്റിയിട്ടുള്ള വേറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യുസല്ലിമുൽ ഉസ്താദു അൽ ഔലാദി, കുട്ടികളോട് ഉസ്താദ് സലാം പറയുന്നു. അപ്പോൾ സലാം പറഞ്ഞു എന്നാണെങ്കിലോ സല്ലമൽ ഉസ്താദു അൽ ഔലാദി എന്ന് വരും. പിന്നെ അൽ അബു യർഹമുൽ ഔലാദ, ഉപ്പ കുട്ടികളോട് കരുണ കാണിക്കുന്നു, അതാണ്. അപ്പോൾ ഉപ്പ കുട്ടികളോട് കരുണ കാണിച്ചു എന്നാണെങ്കിലോ അപ്പോൾ റഹിമൽ അബു അൽ ഔലാദ എന്ന് വരും.